വലിയ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ഈ വീട് തിങ്ങി നിറഞ്ഞ് ആളുകൾ, വാതിൽ അടഞ്ഞിരിക്കുകയാണ്. അല്പം പോലും നീങ്ങാൻ കഴിയാത്ത ഈ തളർവാദ രോഗിക്ക് യേശുതമ്പുരാന്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ അവൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഉള്ളിലെ വിശ്വാസത്താൽ അടഞ്ഞ സാധ്യതകളിലേക്കല്ല അവർ നോക്കുന്നത്, പിന്നെയോ പുതിയ പ്രതീക്ഷകളോടെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുകയാണ്. What we see here is faith in action. ഒരു മേൽക്കൂര പൊളിച്ച് രോഗിയെ കിടക്കയോടെ യേശുവിൻ്റെ പക്കലേക്ക് ഇറക്കുന്നു. ധീരമായ പ്രവൃത്തി. കുഴപ്പം പിടിച്ച കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ദൃഢനിശ്ചയത്തോടെ അവരത് ചെയ്യുകയാണ്. വലിയ വിശ്വാസത്തോടെയാണ് ആ സൗകര്യങ്ങളെ അവർ മറികടക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസം ഭയമുള്ളതല്ല, അത് തടസ്സങ്ങളെ തകർക്കുന്നതാണ്. ഇവിടെ ഈശോയുടെ ഹൃദയം ആനന്ദിക്കുന്നത് എന്തിലാണെന്ന് ശ്രദ്ധിക്കുക. വചനം പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടപ്പോൾ. തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, പിന്നെയോ അവനെ കൊണ്ടുവന്ന മനുഷ്യരുടെ വിശ്വാസം, പ്രവർത്തന നിരതമായ വിശ്വാസം, ഫെയ്ത്ത് ഇൻ ആക്ഷൻ, വഹിക്കുന്ന വിശ്വാസം, faith that carries. തടസ്സങ്ങൾ അതിജീവിക്കുന്ന, നിരസിക്കുന്ന വിശ്വാസം, faith that refuses or overcomes obstacles. ഈ വിശ്വാസം കണ്ട ഈശോ തളർവാദ രോഗിയോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തെ സുഖപ്പെടുത്തുന്നതിന് മുൻപ് ഈശോ ആത്മാവിനെ സുഖപ്പെടുത്തുകയാണ്. കാരണം ഏറ്റവും ആഴത്തിലുള്ള തളർച്ച കൈകാലുകളിലല്ല, അത് ഹൃദയത്തിലാണ്. നമ്മുടെ പാപം, കുറ്റബോധം ഇവയൊക്കെ ആത്മീയ ജീവിതത്തെ പലപ്പോഴും നിശ്ചലമാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ തളർവാദം അത് ആത്മീയമാണെന്ന് ഈ പരിശുദ്ധ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ ശീലങ്ങളിലും തഴക്കങ്ങളിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും കുറ്റബോധത്തിലും ഭയത്തിലും ഒക്കെ നാം കുടുങ്ങിപ്പോകാം. ജീവിതയാത്രയിൽ നിരാശയും നിരുത്സാഹവും നമ്മെ തളർത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്വയമായി ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള ശക്തിയില്ലാത്ത അനുഭവവും നമുക്ക് നേരിടാം. അവിടെയാണ് സഭ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നല്ല സുഹൃത്തുക്കൾ അനിവാര്യമാകുന്നത്, പ്രാർത്ഥനയിൽ നമ്മെ വഹിക്കുന്ന, നമ്മെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്ന, സ്വയം നടക്കാൻ കഴിയാതെ നാം തളർന്നിരിക്കുമ്പോൾ നമ്മെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് നമ്മോട് ചോദിക്കാം, ഏത് മേൽക്കൂരയാണ് ഞാൻ ഭേദിക്കേണ്ടത്? എന്ത് തടസ്സമാണ് യേശുവിൻ്റെ പക്കലേക്ക് വരാൻ ഞാൻ നീക്കി മാറ്റേണ്ടത്? പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ആരെയാണ് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരേണ്ടത്? ഓർക്കുക, if we bring our paralysis to Him, He will not only lift us up, He will make us new. പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.